കണ്ണൂർ പാനൂർ തൂവാക്കുന്നിൽ തെരുവുനായയെ കണ്ട് ഭയന്നോടുന്നതിനിടെ കിണറ്റിൽ വീണ് മരിച്ച 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫസലിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുനിൽ, വളരെ ദാരുണമായൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കുകയാണല്ലോ. അമൃത, തൂവക്കുന്നിൽ മുഹമ്മദ് ഫസൽ അപകടത്തിൽപ്പെട്ട ആ സ്ഥലത്താണ് നമ്മളുള്ളത്. എൻ്റെ തൊട്ട് വലതുഭാഗത്ത് കാണുന്ന ഈ കിണറ്റിലാണ് ഇന്നലെ ഈ 9കാരൻ അബദ്ധത്തിൽ ഓടുന്നതിനിടയിൽ വീഴുന്നതും അപകടമുണ്ടാവുകയും ചെയ്യുന്നത്. വലിയ ആഴമുള്ള കിണറാണ്. ഇതിന് ആൾമറയില്ലാത്ത കിണർ, ഒപ്പം വലിയ തോതിൽ കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അവിടേക്കാണ് ഈ കുട്ടി അബദ്ധത്തിൽ ഓടി ഈ വീടിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ വഴുതിയാവാം ഒരുപക്ഷെ ഈ കിണറിനുള്ളിലേക്ക് വീഴുന്നു. വലിയ ആഴമുള്ള കിണർ, വലിയ തോതിൽ വെള്ളമുള്ള കിണർ. എന്തായാലും ഇതിന് തൊട്ടടുത്ത് ഒരു ചെറിയ വയലുണ്ട്. ആ വയലിലാണ് ഈ കുട്ടികളെല്ലാവരും കൂടി കളിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ ചെറിയ ഇടവഴിയിലൂടെ നടന്നു വരുന്നതിനിടയിലാണ് തെരുവുനായയെ കാണുന്നത്. തെരുവുനായയെ കണ്ട് കുട്ടികളെല്ലാം പല ഭാഗങ്ങളിലേക്ക് ചിതറി കൂടി. അതിനിടയിൽ ഈ കുട്ടിയെ കാണാതാവുന്നു. കുട്ടി വീട്ടിലെത്താതിരിക്കുന്നു. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് ചില സംശയം തോന്നി നാട്ടുകാർ ഈ കിണറിൽ പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഈ കിണറ്റിനുള്ളിൽ നിന്ന് കുട്ടിയുടെ കണ്ടെത്തുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ 2 പേരുണ്ട്. ഇവിടുത്തെ സിറ്റിംഗ് പഞ്ചായത്ത് അംഗം താങ്കളാണെന്ന് തോന്നുന്നു. അവരാണ്. ഓക്കെ. പിന്നെ ഈ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായ ഒരു സ്ഥലമാണോ ഇത്? അതെ, നല്ല രൂക്ഷമായിട്ടുള്ള സ്ഥലം. വഴി നടക്കാൻ പോലും, പൊതുജനങ്ങൾക്ക് വഴി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കൂട്ടമായിട്ടാണ് വരുന്നത്. 5ഉം 10ഉം നായ്ക്കൾ കൂട്ടമായിട്ടാണ് സാധാരണ റോഡിൽ കാണാറുള്ളത്. ഭയങ്കര ശല്യമാണ്. നമുക്കാണെങ്കിൽ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഗ്രാമപഞ്ചായത്തിന് അങ്ങനെ നിയമ നടപടി എടുക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്തുമായിട്ട് ഏകോപിപ്പിച്ച് ABC പദ്ധതി, നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യുന്ന പദ്ധതി ഏറ്റെടുത്ത് നടത്താറുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലപ്രദം ആവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നായ്ക്കളെ പിടിക്കാൻ വരുന്ന സമയത്ത് നായ്ക്കളെ കാണാറില്ല. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു. അതായത് കഴിഞ്ഞ മാസം ഇതുപോലെ കുട്ടികളെ ഓടിക്കുന്ന ഒരു വീഡിയോ ഈ നാട്ടുകാർ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് സ്ഥിരമായ കുട്ടികൾക്ക് നേരെയും അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ നേരെയും ഇത്തരം അത് രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, വലിയ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർ പോലും വടിയെടുത്തിട്ടാണ് പോകുന്നത്. വെച്ചാൽ അത്രത്തോളം ഭീകരാവസ്ഥയാണ് ഇവിടെ നായ്ക്കളെ കൊണ്ടുള്ള ശല്യം. ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടാകാറുണ്ട് സാധാരണ. അങ്ങനെ ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ തൊട്ടടുത്തുണ്ടായിരുന്ന ആള് ഇവരെ തെരച്ചിലിനുണ്ടായിരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? ആ സമയത്തുണ്ടായിരുന്ന 6 മണിയോടുകൂടിയാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരുപാട് നാട്ടുകാരും ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഇദ്ദേഹത്തോട് മറ്റൊരു പഞ്ചായത്ത് അംഗം കൂടിയുണ്ട്. എന്താണ് ഇങ്ങനെ സംശയം തോന്നിയിട്ടാണോ ഇവിടെ കിണറ്റിൽ പരിശോധന നടത്തിയത്? ഈ കുട്ടിയെ വൈകുന്നേരം 6:30 മണിക്ക് ആയിട്ടും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഈ കൂട്ടുകാരായ കുട്ടികളോട് വിവരം അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ നായ വന്നിരുന്നു, ചെതറി ഓടിയിരുന്നു. ആ കൂട്ടത്തിൽ മുഹമ്മദ് ഫസൽ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഫസൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയതെന്ന് ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ പറയുകയാണ്. അങ്ങനെ അതിനെ തുടർന്ന് പിന്നീട് വ്യാപകമായ പരിശോധന ഈ സമീപത്തെ വീടുകളിലും അതേപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ സെർച്ച് നടത്തി നോക്കി. എവിടെയും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംശയം എന്നുള്ള നിലക്ക് സമീപത്തെ കിണറുകളിലൊക്കെ പരിശോധന നടത്തി. അങ്ങനെയാണ് ഈ ആൾമറ ഇല്ലാത്ത ഈ കിണർ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഈ തെരുവുനായി ഓടിക്കുന്നു, ദാരുണമായ സംഭവം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ കുറ്റകരമായ ഒരു കാര്യം തന്നെയല്ലേ ഇതുപോലൊരു പൊതു വഴിയുടെ സൈഡിൽ ഇതുപോലെ ആൾമറയില്ലാതെ ഇത്രയും ആഴമുള്ളൊരു കിണർ, ഒരു അപകട സൂചന പോലും ഇല്ലാതെ അവിടെ കിടക്കുന്നത്? ഏറെ കാലപ്പഴക്കം ചെന്ന ഒരു കിണറാണിത്. മുമ്പ് ഒരു വീട് ഇവിടെ, ഇതിനു മുമ്പ് ഒരു പഴയ വീടുണ്ടായിരുന്നു. അത് പൊളിച്ച് നീക്കിയിട്ടാണ് പുതിയ വീട് എടുത്തത്. ഈ പുതിയ വീട് എടുക്കുമ്പോൾ അതിനാവശ്യമായ വെള്ളമൊക്കെ എടുത്തത് ഈ കിണറിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും ഈ വീടിൻ്റെ മുൻഭാഗം വരുന്ന സ്ഥലത്താണ് ഈ കിണറുള്ളത്. ഇത് നികത്താനുള്ള ആലോചനയിലായിരുന്നു അവർ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ചെറിയ ഒരു വേലിയെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ ഇത്ര ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുമായിരുന്നില്ല. ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാൻ ഒരു വേലിയെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അതെ അമൃത, അക്കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ പോലും എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നു നിന്നിട്ട് ആ കിണർ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് നാട്ടുകാർ പറഞ്ഞതിന് ശേഷമാണ്. കാരണം ഇങ്ങനെ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു എന്ന കാര്യം ആ കുട്ടി പോലും ഓർക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ തെരുവുനായ്ക്കൾ ഓടിക്കുന്ന സമയത്ത് ഈ കുട്ടി ഓടി ഈ പണി പൂർത്തിയാവാത്ത ഈ വീടിനുള്ളിലേക്ക് ഓടി
കയറാനുള്ള ഒരു ശ്രമത്തിനിടയിലാവാം അബദ്ധത്തിൽ ഈ കിണറ്റിലേക്ക് വീണിട്ടുണ്ടാവുക. ആ കുട്ടിയുടെ ശ്രദ്ധയിലും ഇങ്ങനെ ഒരു കിണർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല, വലിയ ആഴമുള്ള കിണറാണ്, വലിയ തോതിൽ വെള്ളമുള്ള കിണറാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇന്നലെ ഈ ഒരു സാഹചര്യമായിരുന്നില്ല. ഇന്നലെ ഈ കുട്ടീനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇതുപോലെ കുറച്ചെങ്കിലും ഇതിൻ്റെ ഭാഗത്തെ കാടുകളും മറ്റും വെട്ടിത്തെളിച്ചത്. അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ കാട് മൂടിക്കിടക്കുകയായിരുന്നു. ഒരു പക്ഷേ ആ കുട്ടി ഓടിക്കയറി വരുന്നതിനിടയിൽ ഈ കിണർ കണ്ടിട്ടുണ്ടാവില്ല. ഈ കിണറ്റിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് വീണു പോകാനാണ് സാധ്യത. അത്രമേൽ ദാരുണമായ ഒരു സംഭവമാണ് സ്വാഭാവികമായും ഇവിടെ ഉണ്ടായത്. കാരണം ഞെട്ടിക്കുന്ന സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ തെരുവുനായ ശല്യം ഒരു ഭാഗത്തുണ്ട്, അത് ശരിയാണ്. നമ്മൾ പൂർണ്ണമായും അവരുടെ നാട്ടുകാരുടെ പ്രതിഷേധങ്ങളും ഒക്കെ അംഗീകരിക്കുന്നു. അതിനൊപ്പം തന്നെ അതിനോട് കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കിണർ ഇവിടെ അശ്രദ്ധമായി ഇട്ടിരിക്കുകയായിരുന്നു. അത് എന്തെങ്കിലും തരത്തിലുള്ളൊരു അപായ സൂചനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേലിയെങ്കിലും, ആ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു വേലിയെങ്കിലും കെട്ടി അതൊന്ന് മറക്കേണ്ടതായിരുന്നു. അത് വലിയ ഗുരുതരമായ വീഴ്ച അവരുടെ ഭാഗത്തുനിന്ന്, ആളുകളുടെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പൊതുവഴിയാണ്, റോഡാണ്, ടാറിട്ട റോഡാണ്, അതിനോട് ചേർന്ന് തന്നെയുള്ള കിണറാണത്. അതുകൊണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ ഒരു ശ്രദ്ധക്കുറവ് വലിയ തോതിൽ സംഭവിച്ചു. അങ്ങനെയാണ് 9-കാരനായ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ജില്ലാ ആശുപത്രിയിലാണുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആ കുട്ടിയുടെ പിതാവ് വിദേശത്താണുള്ളത്. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും അദ്ദേഹം എത്തുക. അതിനുശേഷം മാത്രമായിരിക്കും സംസ്കാരമടക്കമുള്ള ഖബറടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക.